നുബുവത്തിൻ്റെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ അബൂ ത്വാലിബും മരണപ്പെടുകയാണ്. ഈ വർഷത്തിന് ആമുൽ ഹുസൻ എന്ന് പറയപ്പെടും. എന്നാൽ ഇതിനുശേഷം മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ അക്രമങ്ങൾ നേരിടേണ്ടി വന്നു. തൽക്കാല ആശ്വാസത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളുള്ള ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. എന്നാൽ ത്വായിഫിലെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം തങ്ങളെ ആട്ടിയോടിക്കുകയാണ് ചെയ്തത്. ഈ അക്രമങ്ങളൊക്കെ ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ ഈ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മേലെയായി നിൽക്കുന്ന സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം പ്രാപിച്ചപ്പോൾ ഈ ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ മുകളിൽ നിന്ന് പാറ താഴേക്ക് തള്ളിയിട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് തടുത്തു നിർത്തി. തൊട്ടടുത്തുള്ള തോട്ടത്തിൽ നിന്ന് അദ്ദാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്തിരിയും നൽകുന്നുണ്ട്. ഏതായാലും തിരിച്ചു പോരുന്ന സമയത്ത് മലക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഈ പർവ്വതം ഞാൻ ഇവരുടെ മുകളിലൂടെ ഇടട്ടെയോ? തങ്ങളുടെ മറുപടി, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതാണ് ഏറ്റവും ഖൈർ എന്നായിരുന്നു. ഇതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം.